Good morning. In this text, let us browse through what we did earlier. So, transistor was invented by Walter H. Brattain and John Bardeen somewhere around 1950s. Coming to the construction, there are two configurations, that is NPN and PNP. Germanium and silicon are the major materials for transistor fabrication. This is the base, this is the emitter, and this is the collector. Base will be lightly doped, emitter will be heavily doped, and collector moderately. Base will be thin, while emitter will be moderately thin or thick, and collector will have a large surface area. This is a NPN configuration. The arrow would be outwards. If it is inwards, it is a PNP transistor. Now coming to biasing. A DC biasing is necessary to establish the proper region of operation for AC amplification. The unbiased transistor is like two back-to-back diodes, each diode with a barrier potential of around 0.7 volts. അതായത് ഒരു എ സി സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഡി സി ബയസിങ് കണ്ടീഷൻസ് കൊടുക്കണം, എന്നാലേ അത് പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുള്ളൂ. സാധാരണയായിട്ട് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യും, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്യും. ഇതെല്ലാം പറഞ്ഞതാണ്. ദിസ് ഇസ് എ circuit that shows the conduction mechanism in a NPN transistor when base emitter junction is forward biased and base collector junction is reverse biased. Now coming to the basic transistor equation, IE equals IB plus IC. എമിറ്ററിൽ നിന്ന് പുറപ്പെട്ട കാരിയേഴ്സ് എല്ലാം കുറച്ച് ബേസ് കറണ്ട് ആയിപ്പോയി, ബാക്കിയെല്ലാം കളക്ടർ കറണ്ട് ആവും. Emitter current can approximately taken to be collector current because base current is very small. Emitter current and collector current will be in the order of milliamperes. Then base current will be in the order of microamperes. So this is the next NPN transistor circuit. This is the PNP. We discussed about the concept of leakage current, that is minority current component. Total collector current എന്ന് പറയുന്നത് എമിറ്ററിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത് വരുന്ന കളക്ടർ കറണ്ടും, കാരണം ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്, അതുകൂടാതെ അത് മെജോറിറ്റി കാരിയർ കറണ്ടാണ്. അതുകൂടാതെ ഇവിടെ റിവേഴ്സ് ബയസ് ജംഗ്ഷനിൽ മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ട്. ഇപ്പോൾ പി ടൈപ്പിൽ ഇവിടെ കളക്ടറിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ആ ഇലക്ട്രോൺസിന് ഇവിടെ ഫോർവേഡ് ബയസ് ആണ് കിട്ടുക മൈനോറിറ്റി കാരിയേഴ്സിന്. മെജോറിറ്റി കാരിയേഴ്സിന് ഈ ജംഗ്ഷനിൽ റിവേഴ്സ് ബയസ് ആയിരിക്കുമ്പോൾ മൈനോറിറ്റി കാരിയറിന് ഫോർവേഡ് ബയസ് ആയിരിക്കും. അതുകൊണ്ട് ആ മൈനോറിറ്റി കാരിയേഴ്സും ഇവിടെ കറണ്ടിന് കാരണമാകും. സോ ദ ടോട്ടൽ കളക്ടർ കറണ്ട് കംപ്രൈസസ് ഓഫ് ടു കമ്പോണൻറ്റ്സ്, ദ മൈനോറിറ്റി, majority and the minority carriers. The minority
current component is called the leakage current and it gives rise to ICO എന്നാണ് ഇവിടെ notation കൊടുത്തിരിക്കുന്നത്. It is the collector current with emitter terminal open. ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ICBO എന്ന് വിളിച്ചു. അങ്ങനെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് മെജോറിറ്റി കൊണ്ടുള്ള കളക്ടർ കറണ്ടും മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ടുള്ള കളക്ടർ കറണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻറ്റ് സം ആയിരിക്കും. പക്ഷേ മൈനോറിറ്റി കാരിയർ കറണ്ട് മൈക്രോ ആംപിയേഴ്സിലാണ് ആയിരിക്കും, മെജോറിറ്റി കാരിയർ കറണ്ട് മില്ലി ആംപിയേഴ്സിലായിരിക്കും. അപ്പോൾ സൗകര്യപ്രദമായി ആവശ്യമില്ലാത്തപ്പോൾ ഈ മൈനോറിറ്റി കറണ്ടിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. 3 തരം ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ: കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. അതിൻ്റെ എല്ലാം ബയസിങ് സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് നോക്കി. ഏതൊരു കോൺഫിഗറേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ്. അറ്റ് കോൺസ്റ്റൻറ്റ് output voltage, and output characteristic graph is the graph between output voltage and output current at constant input current. ഇത് എല്ലാ കോൺഫിഗറേഷനും ഈ ഡെഫിനിഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി VBE or VEB versus IE at constant VCE. ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് IE വിത്ത് റെസ്പെക്ട് ടു VEB. വോൾട്ടേജ് ആണ് സാധാരണ എക്സ് ആക്സിസിൽ എടുക്കുക, കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ഗ്യാപ്പിൽ വോൾട്ടേജ് നമ്മൾ മാറ്റും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ കറണ്ട് മെഷർ ചെയ്യാനാണ് സൗകര്യം, അതുകൊണ്ടാണ്. ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കോമൺ ബേസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ VCB ആൻഡ് IC അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് IE. ഇങ്ങനെയാണ് ഗ്രാഫുകൾ ഉണ്ടാവുക ഓരോ ഇൻപുട്ട് കറണ്ടിനും. സോ യു ക്യാൻ സീ ദാറ്റ് വെൻ ദ when the VCB reaches some 1 to 2 volts, you can see that beyond that IC is constant. That region where IC becomes a constant or it is independent of VCB, അതായത് ഈ റീജിയൻ VCB മാറുമ്പോൾ IC മാറാത്തൊരു ലെവലിലേക്ക് എത്തുന്നു, അതായത് ഈ കർവ് പോർഷൻ കഴിയുന്നു. അപ്പോൾ ഈ പോർഷനെയാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ദ റീജിയൻ വെയർ IC is independent of VCB, but it only depends on the value of IE. IE ആണെങ്കിൽ IC ഇത്ര ആയിരിക്കും. IE 30 മില്ലി ആംപിയർ ആണെങ്കിൽ IC will be this much. If IE is 40 milli ampere, IC will be this much. അപ്പോൾ ഈ റീജിയനെയാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുക. ഇവിടെയാണ് നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ, ഈ വോൾട്ടേജ് റീജിയനിലാണ്. ഇനി IE ഈക്വൽസ് 0 മില്ലി ആംപിയറിൽ ഒരു ചെറിയ കറണ്ട് കാണാം ഇവിടെ. അത് എക്സാജറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്, കാരണം ഇത് മില്ലി ആംപിയറിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ കറണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ഈ ചെറിയ ഡാർക്കൺ ചെയ്തിരിക്കുന്ന റീജിയൻ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മൈനോറിറ്റി ലീക്കേജ് കറണ്ട്. അത് മൈക്രോ ആംപിയറിലായതുകൊണ്ട് തന്നെ ഇത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ കാണില്ല ഇഫ് ദ സ്കെയിൽ ഇസ് മില്ലി ആംപിയർ. അപ്പോൾ ഈ റീജിയനെ പറയുന്നതാണ് കട്ട് ഓഫ് റീജിയൻ. ഈ IE ഈക്വൽ 0 മില്ലി ആംപിയറിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് റീജിയൻ കിട്ടുള്ളൂ. ആൻഡ് ദിസ്
region where IC varies with VCB is called this dark region. It's called saturation region. ഒരു സിലിക്കൺ ട്രാൻസിസ്റ്ററിന് ബേസ് എമിറ്റർ ജംഗ്ഷൻ വിൽ ബി 0.7 വെൻ ഇറ്റ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. നമുക്കറിയാം ഒരു പി എൻ ജംഗ്ഷനിൽ പൊട്ടൻഷ്യൽ ബാരിയർ വരും. അപ്പോൾ ആ പൊട്ടൻഷ്യലാണ് VBE ആയിട്ട് മാറുന്നത് പി എൻ ജംഗ്ഷൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ. അപ്പോൾ അത് സിലിക്കൻ്റെ കേസിൽ 0.7 ആയിരിക്കും. അതിനുശേഷമാണ് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാം. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് alpha as IC by IE. കളക്ടർ കറണ്ടിനെ അതിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ IC equals alpha E plus ICBO. IC equals alpha E plus ICBO. This is the leakage current ICBO. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അതിൻ്റെ പ്രോപ്പർ ബയസിങ് എല്ലാം പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ VBE വേഴ്സസ് IE ആയിരിക്കും. ഇറ്റ് വിൽ ബി മോർ സ്റ്റീപ്പ് ദാൻ ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IB സ്ലോപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1 സ്ലോപ്പ് എടുക്കാം. That will be equal to the input resistance. R is equal to V by I ആയതുകൊണ്ട് delta VBE by delta corresponding delta IB will give you the input resistance. Input resistance ഇവിടെ വളരെ കുറവായിരിക്കും. ഇത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് VCE വേഴ്സസ് IC കോമൺ എമിറ്ററിൻ്റെ. ഇതാണ് സാച്ചുറേഷൻ റീജിയൻ, ഇതാണ് ആക്റ്റീവ് റീജിയൻ. VCE ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ the junction gets damaged and IC will increase sharply. This is the breakdown region. അടുത്തതായി ബീറ്റ എന്നുള്ള പാരാമീറ്റർ ഡിഫൈൻ ചെയ്തു. ബീറ്റ ഇസ് IC by IB. ടോട്ടൽ കളക്ടർ കറണ്ട് IC ഈക്വൽസ് ആൽഫ IE പ്ലസ് ICBO എന്ന് നേരത്തെ പറഞ്ഞു. അതിനെ റീഅറേഞ്ച് ചെയ്ത് വേറൊരു എക്സ്പ്രഷനാക്കി മാറ്റിയതാണ് ആൽഫ IB ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ICBO ബൈ 1 മൈനസ് ആൽഫ. ഈ എക്സ്പ്രഷൻ IEയുടെ ടേംസിലാണ്, ഇത് IBയുടെ ടേംസിലാണ്. പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി ആൽഫയുടെയും ബീറ്റയുടെയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ബീറ്റ ഇസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ and alpha is beta by 1 plus beta. ഇത് ഓർത്ത് വയ്ക്കുക. ബീറ്റ ഇസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ആൽഫ ഇസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തതാണ്. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഇനി കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, പ്രോപ്പർ ബയസിങ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യസ്തപ്പെട്ടിട്ടായിരിക്കും കോമൺ എമിറ്ററും കോമൺ ബേസും സംബന്ധിച്ച്. മറ്റേത് നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇത് ആ ലോവർ പാർട്ട് ഉണ്ടാവില്ല, ഇങ്ങനൊരു പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. കോമൺ കളക്ടർ ഗാമ ഡിഫൈൻ ചെയ്തു. ഗാമ ഇസ് ഡെൽറ്റ IE ബൈ ഡെൽറ്റ IB എന്ന് ഡിഫൈൻ ചെയ്തു. ഡെൽറ്റ ഉപയോഗിക്കുന്നത് സാധാരണ AC കണ്ടീഷൻസിലാണ് വേരിയേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്നത്. DC കണ്ടീഷനിൽ നമുക്ക് IE ബൈ IB എന്ന് പറഞ്ഞാലും മതി. ഗാമയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ, ആൽഫയും തമ്മിലുള്ള റിലേഷൻ, ഗാമ ഇസ് 1 by 1 minus alpha and that is same as 1 plus beta. ഈ റിലേഷനും പ്രോബ്ലത്തിനെല്ലാം എപ്പോഴും വേണ്ടി വരുന്നതാണ്.
പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. കോമൺ എമിറ്ററിന്, കോമൺ ബേസിന്, കോമൺ കളക്ടറിന്. അതെല്ലാം കൂടെ ഒരു കമ്പാരിസൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് സി ബിയിൽ വളരെ കുറവായിരിക്കും, സിയിൽ കുറച്ചും കൂടെ ഉണ്ടാവും ഇൻപുട്ട് റെസിസ്റ്റൻസ്. കോമൺ കളക്ടറിൽ വെരി ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് ആണെങ്കിൽ സി ബിയിൽ വളരെ വലുതായിരിക്കും, സിയിൽ ഹൈ ആയിരിക്കും, സി സിയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ റേഷ്യോ നോക്കിയാൽ ഒരു മോഡറേറ്റ് റേഷ്യോ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് സിയിലാണ് വരിക. കാരണം ഇതിൽ ഇൻപുട്ട് വളരെ കുറവും ഔട്ട്പുട്ട് വളരെ ഹൈയും. ഇവിടെ ഇൻപുട്ട് വളരെ ഹൈയും ഔട്ട്പുട്ട് വളരെ കുറവും. ഇവിടെയാണെങ്കിൽ ഒരു മോഡറേറ്റ് ആണ്, രണ്ടും ഒരുപാട് കൂടുതലുമല്ല ഒരുപാട് കുറവുമല്ല. സോ ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി വെരി മോഡറേറ്റ് ഇൻ CE കോൺഫിഗറേഷൻ. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വോൾട്ടേജ് ഗെയിൻ ഇവിടെ നല്ലോണം കിട്ടും, കറണ്ട് ഗെയിനും കൂടുതലായിരിക്കും. CE കോൺഫിഗറേഷനിൽ ബീറ്റയാണ് കറണ്ട് ഗെയിന്, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് IC ബൈ IB വരും. അത് വലിയ വാല്യൂ ആയിരിക്കും, കാരണം IB എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ വളരെ വലുതായിരിക്കും. അപ്പം നല്ല വോൾട്ടേജ് ഗെയിൻ കിട്ടും. അത് കറണ്ട് ഗെയിനിൻ്റെ ഇഷ്യൂ ആണ് പറഞ്ഞത്. കറണ്ട് ഗെയിൻ വിൽ ബി ഹൈ, ബീറ്റ വിൽ ബി ഹൈ, വോൾട്ടേജ് ഗെയിൻ ഓൾസോ വിൽ ബി ഹൈ ഇൻ ദിസ് കോൺഫിഗറേഷൻ. പിന്നെ അപ്പോൾ അതാണ് അടുത്ത അഡ്വാൻറ്റേജ്. കറണ്ട് ഗെയിൻ ആൻഡ് വോൾട്ടേജ് ഗെയിൻ വിൽ ബി high so that power gain will be maximum for this CE configuration. Then coming to applications, this is used for audio frequency application. Here this is for CC is for impedance matching, CB is for high frequency application. Hence, the most commonly used transistor configuration is common emitter. It has got high current gain in the range 20 to 500, high voltage gain, and hence high power gain because current gain and voltage gain is high. Then moderate input-output resistance ratio, impedance ratio. Impedance എന്ന് ഉദ്ദേശിക്കുന്നത് AC-ക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇംപീഡൻസ് എന്ന് പറയുക. അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ് ആണ് ഇംപീഡൻസ്. ഇത് AC സിഗ്നൽസും ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് റെസിസ്റ്റൻസിനേക്കാൾ മോർ അപ്രോപ്രിയേറ്റ് വേർഡ്